നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 1 ഒരു ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇച്ചിരി ലെങ്തി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സിംപ്ലിഫൈ 7√3/√10 + √3 മൈനസ് 2√5/√6 + √5 മൈനസ് 3√2/√15 + 3√2. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഓരോരോ ടേമിനെ നമുക്ക് റാഷണലൈസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ചെയ്യുന്നതായിരിക്കും ഈസി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് വരുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓരോരോ ടേമുകളെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ആദ്യം 7√3/√10 + √3 ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 7√3/√10 + √3 = ഇതിനെ റാഷണലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? √10 - √3 കൊണ്ട് ഇതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? 7√3/√10 + √3 ഇൻറ്റു √10 - √3/√10 - √3 = ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 7√3 ഇൻറ്റു √10 - √3 ഇത് ഏത് ഫോമിലാണ്? a + b × a - b ദാറ്റ് ഈസ് a² - b². a എന്ന് പറയുന്നത് √10 ആണ്. അപ്പോൾ √10² - √3² ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 7√3 ഇൻറ്റു √10. അപ്പോൾ 7 √3ഉം √10ഉം കൂടെ √30 എന്ന് വരും. √30 മൈനസ് ഇത് രണ്ടും കൂടെ എന്താവും? 7√3ഉം √3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ √3ഉം √3ഉം കൂടെ 3 ആവും. 7 × 3 21 ഡിവൈഡഡ് ബൈ 10 √10ൻ്റെ സ്ക്വയർ 10 മൈനസ് √3യുടെ സ്ക്വയർ 3 = 7 √30 മൈനസ് 21 ഡിവൈഡഡ് ബൈ 10 - 3 is 7. അപ്പോൾ അതാ ഇവിടെ മേളിൽ നിന്ന് 7 കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ 7 ഞാൻ കോമൺ എടുക്കുന്നു. √30 മൈനസ് 21 നിന്ന് 7 എടുത്താൽ 7 3s are 21/7. 7ഉം 7ഉം ക്യാൻസലായിപ്പോയി. ബാക്കി എന്ത് വരും? √30 മൈനസ് 3. അപ്പോൾ ഫസ്റ്റ് ടേമിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? √30 മൈനസ് 3 എന്ന് കിട്ടി. ഇനി അടുത്തത് ഞാൻ രണ്ടാമത്തെ ടേമിനെ സിംപ്ലിഫൈ ചെയ്യുന്നു. 2√5 ഡിവൈഡഡ് ബൈ √6 + √5 = ഇനി ഇതിനെ ഞാൻ റാഷണലൈസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 2√5/√6 + √5 ഇൻറ്റു √6 മൈനസ് √5. ഇതുകൊണ്ടാണ് നമ്മൾ റാഷണലൈസ് ചെയ്യുന്നത്. √6 മൈനസ് √5 = ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2√5 ഇൻറ്റു √6 മൈനസ് √5 ഡിവൈഡഡ് ബൈ ഇത് a + b × a - b ദാറ്റ് ഈസ് a² - b². അപ്പോൾ √6² മൈനസ് √5² = ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? √5ഉം √6ഉം കൂടെ √30. അപ്പോൾ 2√30 എന്ന് വരും. 2√30 മൈനസ് √5ഉം √5ഉം കൂടെ 5. 5 2s are 10. അപ്പോൾ ഇവിടെ മൈനസ് 10 ഡിവൈഡഡ് ബൈ ഇതെന്താവും? 6 മൈനസ് 5 = 2√30 മൈനസ് 10/1 = 2√30 മൈനസ് 10. അപ്പോൾ രണ്ടാമത്തെ ടേമിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് 2√30 മൈനസ് 10 എന്ന് കിട്ടി. ഇനി അടുത്തത് മൂന്നാമത്തെ ടേമിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. അപ്പോൾ 3√2 ഡിവൈഡഡ് ബൈ √15 + 3√2. ഇതിനെ നമ്മൾ ഏത് വെച്ചിട്ടാണ് സിംപ്ലിഫൈ ചെയ്യുക? 15 മൈനസ് 3√2 വെച്ചിട്ടാണ് റാഷണലൈസ് ചെയ്യുക. അപ്പോൾ 3√2 ഡിവൈഡഡ് ബൈ √15 + 3√2 ഇൻറ്റു √15 മൈനസ് 3√2 ഡിവൈഡഡ് ബൈ √15 മൈനസ് 3√2.
ഇസ് ഈക്വൽ ടു ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഞാൻ ഡയറക്റ്റ് ഇവിടെ അങ്ങ് ചെയ്യുവാണേ. 3√2 ഇൻറ്റു √15 എന്ത് വരും? 3√15 ഇൻറ്റു 2 30 മൈനസ് ഇതെന്താവും? √2ഉം √2ഉം കൂടെ 2 ആവും, 3ഉം 3ഉം കൂടെ 9 ആവും. അപ്പം 9 2s are 18 ഡിവൈഡഡ് ബൈ ഇതെന്താവും? a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ √15 a² മൈനസ് b². 3√2 ഇവിടെ ഹോൾ സ്ക്വയർ കൊടുക്കണം. 2 നമ്പേഴ്സ് ഉള്ളത് കൊണ്ട് ഹോൾ സ്ക്വയർ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെന്തായി? 3√30 മൈനസ് 18 ഡിവൈഡഡ് ബൈ √15ൻ്റെ സ്ക്വയർ 15 മൈനസ് 3യുടെ സ്ക്വയർ 9, √2ൻ്റെ സ്ക്വയർ 2. അപ്പോൾ എന്ത് വരും? 9 2s are 18 is equal to 3√30 minus 18 divided by 15 minus 18 is -3. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ 3 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 3 കോമൺ എടുത്താൽ അത് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 ഞാൻ കോമൺ എടുക്കുന്നു. ബാക്കി എന്ത് വരും? √30 മൈനസ് 18ൽ നിന്ന് 3 എടുത്താൽ ബാക്കി 6 3s are 18 6 വരും ബൈ -3. 3ഉം 3ഉം ക്യാൻസലായിപ്പോയി. പക്ഷേ ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. ഇത് ഞാൻ നേരത്തെ ചെയ്തപ്പോഴും പറഞ്ഞിരുന്നു. ഡിനോമിനേറ്ററിൽ നെഗറ്റീവ് വന്നാൽ ഇവിടെ എന്ത് ചെയ്യണം? മുകളിൽ കൊടുക്കണം. മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഈ നെഗറ്റീവ് സൈനെ ഞാൻ മുകളിലേക്ക് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ ഇതെന്തായി? എന്നിട്ട് ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. അപ്പോൾ -√30 പ്ലസ് 6 എന്ന് വരും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പ്ലസ് സൈനുള്ളത് ആദ്യം എഴുതുന്നു, 6 മൈനസ് √30 എന്ന് എഴുതുന്നു. മനസ്സിലായല്ലോ? ഡിനോമിനേറ്ററിലെ നെഗറ്റീവ് സൈനിനെ ഞാൻ ന്യൂമറേറ്ററിൽ കൊടുത്തു. അപ്പോൾ 2 ടേമുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ് കൊടുക്കണം. അപ്പോൾ ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞു. അപ്പം -√30 മൈനസ് 6. ഇനി ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. അപ്പോൾ ഇതിനകത്ത് സൈൻ ചേഞ്ചായി -√30 പ്ലസ് 6 എന്നാവും. ആ പ്ലസ് വന്നതിനെ ഞാൻ ആദ്യം എഴുതി. അപ്പോൾ ഇത് 6 മൈനസ് √30 എന്നായി. അപ്പോൾ ഈ 3 ടേമുകളെയും നമ്മൾ എന്ത് ചെയ്തു? റാഷണലൈസ് ചെയ്തു. അന്നേരം കിട്ടിയ ആൻസറാണ് ഇതാ ഞാനിവിടെ സ്ക്വയറിനകത്ത് ഇട്ടിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഈ സൈൻ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ലാസ്റ്റ് ആൻസർ നമുക്ക് കിട്ടും. അപ്പം നിങ്ങൾ ലാസ്റ്റ് സ്റ്റെപ്പ് എഴുതുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്തെഴുതുക കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ എടുത്തെഴുതുന്നു. അപ്പോൾ എന്ത് വരും? 7√3 ബൈ √10 പ്ലസ് √3 മൈനസ് 2√5 ഡിവൈഡഡ് ബൈ √6 പ്ലസ് √5 മൈനസ് 3√2 ബൈ √15 പ്ലസ് 3√2 ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേമിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? √30 മൈനസ് 3 മൈനസ് ഇനി അടുത്ത ഇതിനെ ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? അപ്പോൾ ഇവിടെ മൈനസ് സൈനാണ്. അത് കഴിഞ്ഞിട്ട് 2 ടേമുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബ്രാക്കറ്റ് ഇടാൻ ശ്രദ്ധിക്കുക. 2√30 മൈനസ് 10 മൈനസ് ആണ്. അതുകൊണ്ട് വീണ്ടും എന്തിടണം? ബ്രാക്കറ്റ് ഇടണം. 6 മൈനസ് √30. ഇനി എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. ഇസ് ഈക്വൽ ടു √30 മൈനസ് 3 മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ മൈനസ് ആയതുകൊണ്ട് സൈൻ ചേഞ്ച് ആകുന്നു. അപ്പോൾ 2√30 പ്ലസ് 10 മൈനസ് വീണ്ടും ഇവിടെ ബ്രാക്കറ്റിലെ സൈൻ ചേഞ്ച് ആകുന്നു. 6 പ്ലസ് √30 ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ നോക്കിയാൽ √30യും √30യും ഈ 2 √30കളും പോസിറ്റീവാണ്. അപ്പോൾ 2√30 പോസിറ്റീവ് 2√30 എന്നാകും. ഇവിടെ ഒരു നെഗറ്റീവ് 2√30 ഉണ്ട്. അപ്പം പോസിറ്റീവ് 2√30യും നെഗറ്റീവ് 2√30യും കൂടെ 0 ആയിട്ട് പോകും. അതുകൊണ്ട് ഞാൻ ഈ ടേമുകളെ ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി ഇനി എന്തൊക്കെയുണ്ട്? -3യും -6ഉം കൂടെ -9 ആകും. അപ്പോൾ -3യും -6ഉം കൂടെ -9 ആയി. അപ്പോൾ 10 മൈനസ് 9 എന്താവും? 1. 10 മൈനസ് 9 -3 -6ഉം കൂടെ ഇവിടെ -9 ആയി. ഇസ് ഈക്വൽ ടു 1.
ഇതിനെ മൊത്തത്തിൽ സിംപ്ലിഫൈ ചെയ്ത് വന്നപ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടിയത്? 1 എന്ന ആൻസർ കിട്ടി. കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരോ ടേമുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? റാഷണലൈസ് ചെയ്യണം. എന്നിട്ട് ലാസ്റ്റിൽ ആൻസർ ഒരുമിച്ച് എഴുതിയാൽ മതി. 3ഉം കൂടെ ഒരുമിച്ച് റാഷണലൈസ് ചെയ്യാൻ പോയാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല, ആൻസർ തെറ്റിപ്പോകും കേട്ടോ. അല്ലെങ്കിൽ അതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് തെറ്റാതെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടി വരും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.